നമസ്കാരം. +1 ഫോക്കസ് ഏരിയ പോർഷൻസ് മാത്രം പഠിച്ച് A+ വാങ്ങാൻ നിങ്ങളെ സഹായിക്കുന്ന വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർക്ക്, എനർജി ആൻഡ് പവർ എന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസുമാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി നമുക്ക് കുറച്ച് തിയറിയാണ് പഠിക്കാനുള്ളത്. ഇത് ഫോക്കസ് ഏരിയ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറയാൻ വിട്ടുപോയൊരു ടോപ്പിക്കാണ് കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. നമുക്ക് ഈ നേച്ചറിലുള്ള ഫോഴ്സുകളെ രണ്ടായിട്ട് തിരിക്കാം. ചില ഫോഴ്സിനെ നമുക്ക് കൺസർവേറ്റീവ് ഫോഴ്സ് എന്നും മറ്റു ചിലതിനെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്നും വിളിക്കാൻ പറ്റും. എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ്? ഇഫ് ദ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് പാത്ത് ആൻഡ് ഓൺലി ഡിപ്പെൻഡ്സ് on the initial and final positions, then the force is said to be conservative. അപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് ഒരു വർക്ക് ചെയ്യുകയാണ്. ദ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ്. ഓക്കെ, ആ വർക്ക് ഫോഴ്സ് അല്ല, വർക്ക് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് പാത്താണ്. അതായത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, മറിച്ച് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ്. അതിൻ്റെ ആ ഒബ്ജക്റ്റിൻ്റെ ഇനിഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയും മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെയാണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഫോഴ്സ് ചെയ്യുന്ന വർക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇതാ ഇവിടെ ഇരിക്കുകയാണ്. ഈ പൊസിഷൻ എ എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, ഈ ഒബ്ജക്റ്റിനെ ഇതാ ഇങ്ങനെ മൂവ് ചെയ്ത് ഇതുവരെ കൊണ്ടുവന്നു. ഓക്കെ, ഇവിടം വരെ എത്തി. അപ്പോൾ ഇതാണ് ഫൈനൽ പൊസിഷൻ. എ എന്ന് പറയുന്ന ഇനിഷ്യൽ പൊസിഷൻ, ഫൈനൽ പൊസിഷൻ നമ്മൾ ബി എന്ന് കൊടുത്തു. അപ്പോൾ ഇത് ഈ ഫോഴ്സ്, ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്തുള്ള ഇവിടം വരെ കൊണ്ടുവരാൻ പറ്റൂ. അപ്പോൾ ഇവിടെ ചെയ്ത വർക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫോഴ്സിനെ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഡിസ്റ്റൻസ് എടുക്കും? ഈ പാത്ത് എന്ന് പറയുന്നത് ഒരു വളഞ്ഞ പാത്താണല്ലോ. അപ്പോൾ ഈ പാത്തിൻ്റെ മൊത്തം ലെങ്ത് ആണോ എടുക്കാനുള്ളത്, അതോ ഇതിൻ്റെ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ഇടയ്ക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണോ എടുക്കാനുള്ളത്? ആ ഒരു കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്താണ് അത് കൺസർവേറ്റീവ് ഫോഴ്സ് ആണോ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് ആദ്യം പറയുന്നത്. അപ്പോൾ കൺസർവേറ്റീവ് ഇൻഡിപെൻഡൻറ്റ്. കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻ്റ് അല്ല, കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ഓഫ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, മറിച്ച് എന്തിനാണ്? ഇതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ, ഫൈനൽ പൊസിഷൻ, ഇതിനിടയ്ക്കുള്ള സ്ട്രെയിറ്റ് ലൈനിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ നമ്മളിത് ഇവിടെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ ഇങ്ങനെ നമ്മളിത് ഇത്രയും ഹൈറ്റ് വരെ കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് താഴോട്ടാണെന്ന് നമുക്കറിയാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇവിടെ വേണ്ടത്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണല്ലോ. അപ്പോൾ വെർട്ടിക്കൽ ഡയറക്ഷനിൽ എന്തുമാത്രം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി നമ്മൾ നോക്കണം. അതായത് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. അതായത് ഈ ലെവലിൽ നിന്ന് ഈ ലെവൽ വരെയാണ് കൊണ്ടുപോകുന്നത്. അതിനെ ഇങ്ങനെ ഒരു പാത്തിൽ കൂടെ കൊണ്ടുപോകാം, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ കൊണ്ടുപോകാം, ഇങ്ങനെ മുകളിൽ ഇവിടം വരെ കൊണ്ടുപോയിട്ട് താഴെ തിരിച്ചു കൊണ്ടുവരാം. എങ്ങനെ കൊണ്ടുവന്നാലും കുഴപ്പമില്ല. ഈ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണോ അതിനെയാണ് ഇവിടുത്തെ വർക്കിൻ്റെ ഫോർമുലയിൽ നമ്മൾ ഈ ഡിയിലിട്ട് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സാണ്. അത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു ഫോഴ്സാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അതും ഒരു കൺസർവേറ്റീവ് ഫോഴ്സാണ്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇത് നമ്മൾ ഈ ഒബ്ജക്റ്റിനെ എടുത്ത് പൊക്കുന്ന ഈ പാത്തിൻ്റെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, മറിച്ച് ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ഇടയ്ക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ വെർട്ടിക്കൽ ആയതുകൊണ്ട് നമ്മൾ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുന്നു. ഫോഴ്സ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ഡയറക്ഷനുള്ള സ്ട്രെയിറ്റ് ലൈൻ എടുത്തേനെ. ഓക്കെ, ഫോഴ്സ് എങ്ങോട്ടാണോ ആ ഡയറക്ഷനുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രം എടുക്കുക. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഫോഴ്സാണ് നോൺ കൺസർവേറ്റീവ്. ഇഫ് ദ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത് ഓഫ് ആൻ ഒബ്ജക്റ്റ്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ആ ഒബ്ജക്റ്റിൻ്റെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ഫോഴ്സിനെ നോൺ കൺസർവേറ്റീവ് എന്ന് വിളിക്കാം. Okay, if the work done by a force depends on the path of the object, then the force is said to be non-conservative. ഓക്കെ, അതിന് എക്സാമ്പിൾ ഏതാണുള്ളത്? എക്സാമ്പിൾ പറയുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടം വരെയാണല്ലോ നമ്മൾ ഒബ്ജക്റ്റിനെ കൊണ്ടുപോയത്. അപ്പോൾ ഇതിനെ ഒരു തറയിൽ വെച്ച് നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്ത് ഈ ഒരു പാത്തിൽ കൂടെ, ഇങ്ങനെ ഒരു കർവേച്ചറുള്ള ഒരു പാത്തിൽ കൂടെയാണ് കൊണ്ടുപോയെന്ന് വിചാരിക്കുക.
അങ്ങനെയാണെങ്കിൽ ഇത് കൊണ്ടുപോകുന്ന പാത്ത്, ആ പാത്തിലുടനീളം ഇതിൻ്റെ ഫ്രിക്ഷൻ ആക്ട് ചെയ്യും അല്ലേ. ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്ന സമയത്ത് ഒരു റെസിസ്റ്റൻസ് ആണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഹീറ്റ് ജനറേഷനൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടി വരുന്ന വർക്ക് എന്ന് പറയുന്നത് ഈ കൊണ്ടുപോകുന്ന പാത്തിൻ്റെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ. നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ കൊണ്ടുവരികയാണെങ്കിൽ അത്രയും ദൂരമുള്ള ഡിസ്പ്ലേസ്മെൻറ്റിലുള്ള ഫ്രിക്ഷൻ മാത്രമേ അവിടെ ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത്രയും വർക്ക് നമുക്ക് കുറച്ച് ചെയ്താൽ മതി. പക്ഷേ വളഞ്ഞൊരു വഴി കൂടെ കൊണ്ടുപോകുമ്പോൾ അത്രയും കൂടുതൽ വർക്ക് ചെയ്യണം. അപ്പോൾ പാത്തിനനുസരിച്ച് വർക്ക് മാറുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സിനെ, ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സാണ്. ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമുക്ക് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ് തന്നെ അതുപോലുള്ള മറ്റൊരു നോൺ കൺസർവേറ്റീവ് ഫോഴ്സാണ് വിസ്കസ് ഫോഴ്സ്. വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു ഫ്ലൂയിഡിൽ കൂടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ഫ്ലൂയിഡ് ആ ഒബ്ജക്റ്റിൻ്റെ മോഷനെ റെസിസ്റ്റ് ചെയ്യും. അങ്ങനെ ഉണ്ടാവുന്ന ആ റെസിസ്റ്റൻസിനെയാണ് വിസ്കസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, വിസ്കസ് ഫോഴ്സ് എന്നുള്ളത് നമ്മുടെ ഫ്ലൂയിഡ്സ് എന്നുള്ള ചാപ്റ്ററിലുള്ളതാണ്. എന്തായാലും വിസ്കസ് ഫോഴ്സ് എന്താണ് എന്നുള്ള ഒരു ചെറിയ ഐഡിയ അറിഞ്ഞിരിക്കുക. ഒരു ഫ്ലൂയിഡിൽ കൂടി ഒരു സോളിഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന് അനുഭവപ്പെടുന്ന റെസിസ്റ്റൻസ് ആണ് വിസ്കോസിറ്റി അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് ഒഴുകുന്ന സമയത്ത് ആ ഫ്ലൂയിഡിൻ്റെ ലെയറുകൾ തമ്മിൽ ആക്ട് ചെയ്യുന്ന, ഫ്ലൂയിഡ് ലെയർ ആയിട്ടാണ് ഒഴുകുന്നത്. ഓക്കെ, ആ ലെയറുകൾ തമ്മിലുണ്ടാകുന്ന റെസിസ്റ്റൻസിനെയും നമ്മൾ വിസ്കോസിറ്റി അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് എന്നതിനാണ് വിളിക്കുന്നത്. അപ്പോൾ വിസ്കസ് ഫോഴ്സും ഫ്രിക്ഷണൽ ഫോഴ്സിനെ പോലെ തന്നെ ഒരു നോൺ കൺസർവേറ്റീവ് ഫോഴ്സാണ്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സുകളുടെ ഡെഫിനിഷനും അതിൻ്റെ എക്സാമ്പിളും പഠിച്ചു വെച്ചേക്കുക. ഇത്രയും മാത്രം പഠിച്ചാൽ മതി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ആൻഡ് ഫൈൻഡ് ദ റിലേഷൻ കണക്റ്റിംഗ് ദ റിമൈനിങ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഇവിടെ കുറച്ച് ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട്: ജൂള്, കലോറി, കിലോ വാട്ട്, ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഈ നാല് ക്വാണ്ടിറ്റീസിൽ ഏതാണ് ഓഡ് വൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇത് 3 എണ്ണം ഒരുപോലത്തെയാണ്, നാലാമത്തെ ഒരെണ്ണം മാത്രം വ്യത്യസ്തമാണ്. വ്യത്യസ്തമായത് ഏതാണ് നമുക്ക് നോക്കാം. ജൂൾ എന്ന് പറഞ്ഞാൽ എനർജിയുടെ യൂണിറ്റാണ്. കലോറി എന്ന് പറയുന്നതും എനർജിയുടെ യൂണിറ്റ് തന്നെയാണ്. എന്താണ് വ്യത്യാസം? ജൂൾ SI യൂണിറ്റാണ്, കലോറി CGS യൂണിറ്റാണ് എന്നുള്ളതാണ് വ്യത്യാസം. ഇനി കിലോ വാട്ട് എന്തിൻ്റെ യൂണിറ്റാണ്? വാട്ട് എന്ന് പറയുന്നത് പവറിൻ്റെ യൂണിറ്റാണ് അല്ലേ. അപ്പോൾ കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ, കിലോ എന്ന് പറഞ്ഞാൽ 1000 എന്നാണ്. അപ്പോൾ കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 1000 വാട്ടിനെയാണ് നമ്മൾ 1 കിലോ വാട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് പവറിൻ്റെ യൂണിറ്റാണ്. ആദ്യത്തെ 2 എണ്ണം എനർജിയുടെ യൂണിറ്റാണ്. ഇനി ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഇലക്ട്രോൺ വോൾട്ടോ, ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നതും എനർജിയുടെ തന്നെ യൂണിറ്റാണ്. ഓക്കെ, ഇലക്ട്രോൺ വോൾട്ട് എനർജിയുടെ യൂണിറ്റാണ് എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. എന്താണ് ഇലക്ട്രോൺ വോൾട്ട് എന്നുള്ളത് നിങ്ങൾ സെക്കൻഡ് ഇയറിൽ പഠിക്കും. തൽക്കാലം ഇലക്ട്രോൺ വോൾട്ട് എനർജിയുടെ യൂണിറ്റാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ 4 എണ്ണത്തിൽ വ്യത്യസ്തമായിട്ടുള്ളത് കിലോ വാട്ട് മാത്രമാണ്. കാരണം അത് മാത്രമാണ് എനർജിയുടെ യൂണിറ്റ് അല്ലാത്തത്. അത് പവറിൻ്റെ യൂണിറ്റാണ്. ബാക്കി 3 എണ്ണവും എനർജിയുടെ യൂണിറ്റാണ്. അപ്പോൾ ആൻസർ എന്താണ്? കിലോ വാട്ട്. ഇറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് പവർ. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ റിലേഷൻ കണക്റ്റിംഗ് ദ റിമൈനിങ് ക്വാണ്ടിറ്റീസ്. ബാക്കിയുള്ളതിൻ്റെ റിലേഷൻ ഇവിടെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ബാക്കിയുള്ളതിനെ SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജൂളിനെ നമ്മൾ പിന്നെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ജൂൾ എന്ന് പറയുന്നത് SI യൂണിറ്റ് തന്നെയാണ്. കലോറിയെയും ഇലക്ട്രോൺ വോൾട്ടിനെയും കൺവേർട്ട് ചെയ്താൽ മതി. ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണ്. ഓക്കെ, ഈ വാല്യൂ പഠിച്ചു വെച്ചേക്കണം. ഒരു കലോറി എന്നുള്ളത് 4.2 ജൂളാണ്. ഇത് നിങ്ങൾ പഠിച്ചില്ല, മറന്നുപോയാലും കുഴപ്പമില്ല. ഇത് നിങ്ങളുടെ ക്ലാസ് ടേബിളിൻ്റെ ഉള്ളിലുണ്ട്. ആ ടേബിൾ, ആ ബുക്ക് തുറന്ന് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് എക്സാം ഹാളിൽ കൊണ്ട് കയറാതെ. ഇനി ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്, ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁻19 ജൂളാണ്. ഇതിൽ 1.6 × 10⁻⁻19 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ ആണ് അല്ലേ. 1.6 × 10⁻⁻19 കൂളോംബാണ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്, അല്ലെങ്കിൽ ഒരു പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഓക്കെ, അത്രയും ജൂൾ. ഓക്കെ, കൂളോംബ് എന്നുള്ള മാറ്റി ജൂൾ ഇട്ട് കൊടുത്താൽ അത് ഒരു ഇലക്ട്രോൺ വോൾട്ടായി. അപ്പോൾ ഇതാണ് ബാക്കിയുള്ള 2 ക്വാണ്ടിറ്റീസിൻ്റെ കൺവേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് ഓഫ് സിമ്പിൾ പെൻഡുലം? ഒരു സിമ്പിൾ പെൻഡുലം ഉണ്ട്. സിമ്പിൾ പെൻഡുലം എന്താണെന്ന് നമുക്കറിയാം. സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ ഒരു റൂഫിൽ നമ്മളൊരു സ്ട്രിങ് തൂക്കിയിട്ടതിന് ശേഷം ആ സ്ട്രിങ്ങിൻ്റെ അറ്റത്ത് ഒരു ചെറിയ വെയിറ്റിനെ അറ്റാച്ച് ചെയ്യുകയാണ്. ആ വെയിറ്റിന് നമ്മൾ സാധാരണയായി സ്ഫെറിക്കൽ ഷേപ്പാണ് കൊടുക്കുന്നത്. അതിനെ നമ്മൾ ബോബ് എന്ന് വിളിക്കും, ഇതിനെ സ്ട്രിങ് എന്ന് വിളിക്കും. ഈ ബോബിൻ്റെ സെൻറ്റർ തൊട്ട് ഇതിൻ്റെ ഹാങ് ചെയ്തിരിക്കുന്ന പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലെങ്ത് ഓഫ് പെൻഡുലം എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് ഓഫ് സിമ്പിൾ പെൻഡുലം. ഓക്കെ, അതായത് നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താൽ, ഓക്കെ, ഇതാ നമ്മളിവിടെ ഒരു പോയിന്റ് എടുക്കുകയാണ്. ഈ ഒരു പോയിന്റ് എടുത്തു.
അപ്പോൾ ഈ പോയിന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ പോയിന്റിൻ്റെ രണ്ട് വശത്തോട്ടും ഈ സ്ട്രിങ് വലിക്കും. ഓക്കെ, ഇവിടെ വെയിറ്റ് കാരണം ഈ ബോബ് താഴോട്ട് വലിക്കുന്നുണ്ട്. ഈ പോയിന്റിൽ നിന്ന് എവയായി ഇങ്ങോട്ടും ഒരു ടെൻഷൻ ആക്ട് ചെയ്യും. ഇവിടെ ഈ ഹാങ് ചെയ്തിരിക്കുന്ന പോയിന്റ് അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഫോഴ്സ് ഇവിടെ കൊടുക്കും. അതുകൊണ്ട് ഇവിടെ നിന്ന് മുകളിലോട്ടും കിട്ടും. അപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡിലോട്ടും ആക്ട് ചെയ്യുന്ന ഈ ഫോഴ്സിനെയാണ് നമ്മൾ ടെൻഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ടെൻഷൻ വർക്ക് ഡൺ ബൈ ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് ഓഫ് സിമ്പിൾ പെൻഡുലം. അപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ടെൻഷൻ ചെയ്യുന്ന വർക്ക് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്നത് ഒരു സർക്കുലാർ പാത്തിലൂടെയാണ്. ഒരു സർക്കിളിൻ്റെ ആർക്ക് നമ്മൾ വരച്ചാൽ ആ ആർക്കിൻ്റെ പെരിമീറ്റർ കൂടെ ആയിരിക്കും ഈ സിമ്പിൾ പെൻഡുലം റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ഓസിലേറ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് ഡിസ്പ്ലേസ്മെൻറ്റ് അടയാളപ്പെടുത്തി എങ്ങനെയായിരിക്കും? ഇവിടെ നിന്ന് ഇപ്പോൾ ഈ സിമ്പിൾ പെൻഡുലം റൈറ്റിലോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ റൈറ്റിലോട്ട് പോകുന്ന സമയത്ത് ഈ പോയിന്റ് എത്തുന്ന സമയത്ത് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടാനായിട്ട് ഇതിൻ്റെ ടാൻജൻറ്റ് വരയ്ക്കണം, ഇങ്ങോട്ടായിരിക്കും. ഈ പോയിന്റ് എത്തുമ്പം ഇങ്ങോട്ടായിരിക്കും. ഈ പോയിന്റ് എത്തുമ്പോൾ ഇവിടെ നിന്ന് ടാൻജൻറ്റ് വരയ്ക്കുക, ഇങ്ങനെയായിരിക്കും. ടാൻജൻറ്റ് വരച്ചാണ്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷനാണ് ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടായിരിക്കും. പക്ഷേ ഈ ഒബ്ജക്റ്റ് ഇവിടെ എത്തുമ്പോൾ ഈ ഡയറക്ഷനാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ആ സമയത്ത് ടെൻഷൻ എങ്ങോട്ടായിരിക്കും? ടെൻഷൻ ഇതിൻ്റെ ഇങ്ങോട്ടായിരിക്കും, അല്ലേ? കാരണം അപ്പോൾ ഈ സ്ട്രിങ് ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നത്. സ്ട്രിങ് ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ ടെൻഷൻ ഇങ്ങോട്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ട്. ഇവിടെ എത്തുമ്പോൾ ടെൻഷൻ ഇങ്ങോട്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ട്. ഇവിടെ എത്തുമ്പോഴാണ് ടെൻഷൻ ഇങ്ങോട്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ട്. അപ്പോൾ ഏത് പോയിന്റ് എടുത്താലും ടെൻഷൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്, അല്ലേ? ഈ ഏത് പോയിന്റ് എടുത്താലും ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കത്തില്ലേ? അതുകൊണ്ട് തന്നെ ആംഗിൾ ബിറ്റ്വീൻ ടെൻഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 90 ഡിഗ്രി. സോ ദ വർക്ക് ഡൺ ഈസ് 0. കാരണം എന്താണ്? വർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. വർക്ക് ഡൺ W നമ്മൾ നേരത്തെ F×D എന്ന് എഴുതിയെങ്കിലും അത് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള, അതായത് ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വരുമ്പോഴാണ് F×D എന്ന് എഴുതാൻ പറ്റുന്നത്. അതേസമയം ഫോഴ്സിനും ഡിസ്പ്ലേസ്മെൻറ്റിനും ഇടയ്ക്ക് ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ അവിടെ ഇക്വേഷൻ എന്ന് പറയുന്നത് F×D cos θ എന്നാണ്. F×D cos θ എന്നാണ് ഇക്വേഷൻ വരുന്നത്, അല്ലേ? ഡി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ്. വേണമെങ്കിൽ എക്സ് എന്നോ എസ് എന്നോ ഒക്കെ എടുക്കാം. FS cos θ എന്ന് വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ FD cos θ എന്ന് എടുക്കാം. എന്തായാലും cos θ എടുക്കണം. നമ്മളൊരു ആംഗിൾ ഉണ്ടാക്കി. ഇവിടെ ഫോഴ്സ് ഇങ്ങോട്ടും ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടും ആയതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ആംഗിൾ ഉണ്ട്. ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ cos 90 എന്ന് എഴുതും, അല്ലേ? അപ്പോൾ cos θയിൽ തീറ്റയ്ക്ക് വരെ 90 കൊടുക്കുമ്പോൾ cos 90 എന്ന് വരും. cos 90യുടെ വാല്യൂ എത്രയാണ്? cos 90 0 ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ F×D cos 90 എന്ന് വരും. cos 90 0 ആയതുകൊണ്ട് മൊത്തത്തിൽ 0 ആയി പോകും. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആയി പോകും. ഇവിടെ ഫോഴ്സിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഫോഴ്സിന് പകരം T എന്ന് എഴുതാം. T ഡിസ്പ്ലേസ്മെൻറ്റ് D 0 എന്ന് വരും. T×D 0 എന്ന് വരും. അപ്പോഴത്തേക്ക് ആൻസർ എത്ര വരും? വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ സിമ്പിൾ പെൻഡുലത്തിൻ്റെ സ്ട്രിങ് ചെയ്യുന്ന വർക്ക് ഡൺ 0 ആയിരിക്കും. ഓക്കെ, ആൻസർ 0. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇൻ ആൻ ആറ്റം ആൻ ഇലക്ട്രോൺ ഈസ് റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. വാട്ട് ഈസ് ദ വർക്ക് ഡൺ? ഒരു ആറ്റം എടുത്താൽ നമുക്കറിയാം, ഒരു ആറ്റത്തിൽ നടുക്ക് ഒരു പ്രോട്ടോൺ ഉണ്ടായിരിക്കും. അതിന് ചുറ്റാകെ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യണം, അല്ലേ? അപ്പോൾ അവിടുത്തെ വർക്ക് ഡൺ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് അതിൻ്റെ സെൻറ്ററിലാണ്. ന്യൂക്ലിയസിൽ പ്രോട്ടോണും ന്യൂട്രോണുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചാർജ്, ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇതിന് ചുറ്റാകെ ഒരു ഇലക്ട്രോൺ കറങ്ങുകയാണ് എന്ന് നമുക്ക് എടുക്കാം. ഒരു ഇലക്ട്രോൺ മാത്രം നമ്മൾ എടുക്കുന്നു എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ എടുത്തു. ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യാണ്. ഓസിലേറ്റ് അല്ല, റിവോൾവ് ചെയ്യാണ്. റിവോൾവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചെയ്യുന്ന വർക്ക് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ സർക്കുലാർ പാത്തിൽ റിവോൾവ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം, അല്ലേ? സെൻട്രിപെറ്റൽ ഫോഴ്സ് എപ്പോഴും സെൻറ്ററിലേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ സെൻറ്ററിലേക്ക് കൊടുക്കുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇവിടെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിൻ്റെ നെഗറ്റീവ് ചാർജാണ് നമുക്കറിയാം. ഈ നെഗറ്റീവ് ചാർജും തമ്മിൽ അട്രാക്ട് ചെയ്യും. ഈ അട്രാക്റ്റീവ് ഫോഴ്സാണ് ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് സെൻറ്ററിലേക്ക് ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതിനി കറങ്ങുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഈ സർക്കുലാർ പാത്തിൽ കൂടെയാണ്, അല്ലേ? അപ്പോൾ ഏതൊരു പോയിന്റ് എടുത്താലും ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടാൻജൻഷ്യൽ ഡയറക്ഷനിലായിരിക്കും വരുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, അല്ലേ? അപ്പോൾ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഫോഴ്സിനും ഡിസ്പ്ലേസ്മെൻറ്റിനും ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ വർക്ക് ഡൺ 0 ആയിരിക്കും എന്ന് നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റിന് കണ്ടതാണ്. അപ്പോൾ ആൻസർ എന്ത് എഴുതാം? വർക്ക് ഡൺ ഈസ് 0 ബിക്കോസ് വർക്ക് ഡൺ ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് 0. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് കൈനറ്റിക് എനർജി ഫോർ ഫോളിങ് റെയിൻ ഡ്രോപ്സ്? താഴേക്ക് വീഴുന്ന ഒരു
മഴത്തുള്ളി. ആ മഴത്തുള്ളിക്ക് എവിടെ നിന്നാണ് താഴേക്ക് വരാനുള്ള കൈനറ്റിക് എനർജി കിട്ടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം താഴേക്ക് വീഴുന്ന ഒരു മഴത്തുള്ളിക്ക് ഒരു വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഒരു കൈനറ്റിക് എനർജി ഉണ്ടല്ലേ. ഒരു മഴത്തുള്ളി താഴോട്ട് വരുമ്പം അത് v വെലോസിറ്റിയിലാണ് വരുന്നത് എന്ന് നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇതിന് m മാസ് ഉണ്ടെങ്കിൽ ഇവിടെ ഇതിനുള്ള കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു m ഇൻറ്റു v സ്ക്വയർ ആയിരിക്കും. ഹാഫ് mv² എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. ഓക്കെ, ഈ കൈനറ്റിക് എനർജി എവിടെ നിന്നാണ് വരുന്നത്? നമുക്കറിയാം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരം എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് എന്നാണ്. ഓക്കെ, എനർജി ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റത്തില്ല. ഈ വരുന്ന ഡ്രോപ്പിന് എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. അത് ഇതിന് എവിടെ നിന്ന് കിട്ടി അല്ലേ? എങ്ങനെയും കിട്ടിയത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാം അല്ലേ. ഇവിടെ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ട എനർജിയാണെന്ന് പറയാം. പക്ഷെ അങ്ങനെ പറയാൻ പറ്റൂല. അങ്ങനെ പറ്റൂല എന്നാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത്. അപ്പോൾ ഇതിന് എവിടെ നിന്നാണ് ഈ എനർജി കിട്ടിയത്? അത് കിട്ടിയത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്നാണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഒരു ഒബ്ജക്റ്റ് ഗ്രൗണ്ടിൽ നിന്ന്, ഗ്രൗണ്ട് 0 ഹൈറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം, ആ ഗ്രൗണ്ടിൽ നിന്ന് h ഹൈറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജിയാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് നമ്മൾ വിളിക്കുന്നത് അല്ലേ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഈ mgh എന്നാണ് ഇക്വേഷൻ. mgh. ഓക്കെ, ഇവിടെ m എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്, g എന്ന് പറഞ്ഞാൽ 9.8 ആണ്, h എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഫ്രം സർഫസ് ഓഫ് എർത്ത്. അപ്പോൾ ഈ ഹൈറ്റിൽ ഇരിക്കുന്ന സമയത്ത്, അതായത് ഇത് സ്കൈയിൽ ക്ലൗഡ്സ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ് താഴോട്ട് വരുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ബോഡി കൺസ്ട്രെയിൻഡ് ടു മൂവ് എലോങ് z ആക്സിസ് ഓഫ് എ കോർഡിനേറ്റ് സിസ്റ്റം ഈസ് സബ്ജക്റ്റഡ് ടു എ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് F ഈസ് ഈക്വൽ ടു ഒരു ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ ഒരു ബോഡി ഉണ്ട്, ആ ബോഡി കൺസ്ട്രെയിൻഡ് ടു മൂവ് എലോങ് z ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസ്ട്രെയിൻഡ് എന്ന് പറഞ്ഞാൽ അതിനെ ലിമിറ്റ് ചെയ്തിരിക്കുന്നു, അതിനെ കൺട്രോൾ ചെയ്തിരിക്കുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ എന്താണ് അതിനെ കൺട്രോൾ ചെയ്തിരിക്കുന്നത്? അതിൻ്റെ മോഷനെ എങ്ങനെ കൺട്രോൾ ചെയ്തിരിക്കുന്നു? ടു മൂവ് എലോങ് z ആക്സിസ്. അപ്പോൾ ഈ ബോഡിയിൽ നമുക്ക് ഏത് ഡയറക്ഷൻ വേണമെങ്കിലും ഫോഴ്സ് അപ്ലൈ ചെയ്യാം, പക്ഷേ ഇത് z ആക്സിസിൽ മാത്രമേ മൂവ് ചെയ്യൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വീടിൻ്റെ ഡോറ്, ആ ഡോറിന് നമുക്ക് വേണമെങ്കിൽ താഴേക്ക് ഫോഴ്സ് കൊടുക്കാം അല്ലേ. ഡോറിനെ താഴോട്ട് ഫോഴ്സ് കൊടുക്കാം, മേലോട്ട് ഫോഴ്സ് കൊടുക്കാം അല്ലേ. ഏത് ഡയറക്ഷൻ വേണമെങ്കിലും ഫോഴ്സ് കൊടുക്കാം. പക്ഷേ അതിന് എല്ലാ ഡയറക്ഷനിലും മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഡോറിന് ഒരു പ്രത്യേക രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു ഡയറക്ഷനിൽ മാത്രം റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ മോഷനെ അവിടെ കൺസ്ട്രെയിൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതേപോലെ ഇവിടെ റൊട്ടേഷണൽ മോഷൻ അല്ല, സ്ട്രെയിറ്റ് ലൈൻ മോഷനാണ്. എങ്ങനെയാണ്? കൺസ്ട്രെയിൻ ടു മൂവ് എലോങ് z ആക്സിസ്. ഈ ബോഡിയെ z ആക്സിസിൽ മാത്രമേ മൂവ് ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളൂ, പക്ഷേ നമുക്ക് ഏത് ഡയറക്ഷൻ വേണമെങ്കിലും ഫോഴ്സ് കൊടുക്കാം. ഓക്കെ, അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഫോഴ്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. F ഈസ് ഈക്വൽ ടു I + 2j + 3k. ഇത്രയും ന്യൂട്ടൺ ആയിരിക്കും. അപ്പോൾ I എന്ന് പറഞ്ഞാൽ 1I + 2j + 3k എന്നാണ്. ഐയും jkയും എന്താണ്? I എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്റ്റർ എലോങ് x ആക്സിസ്, j എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്റ്റർ എലോങ് y ആക്സിസ്, ആൻഡ് k ഈസ് ദ യൂണിറ്റ് വെക്റ്റർ എലോങ് z ആക്സിസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാ ഡയറക്ഷനിലും ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അതായത് x ഡയറക്ഷനിൽ 1 ന്യൂട്ടൺ ഫോഴ്സ്, y ആക്സിസിൻ്റെ ഡയറക്ഷനിൽ 2 ന്യൂട്ടൺ ഫോഴ്സ്, z ആക്സിസിൻ്റെ ഡയറക്ഷനിൽ 3 ന്യൂട്ടൺ ഫോഴ്സും കൊടുക്കുന്നുണ്ട്. അതാണ് ഈ എക്സ്പ്രഷൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ആക്ടിങ് എലോങ് z ഡയറക്ഷൻ? z ഡയറക്ഷനിൽ കൊടുക്കുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിളാണ്, നമ്മൾ ഈ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് കിട്ടും. z ഡയറക്ഷനിലെ യൂണിറ്റ് വെക്റ്റർ k ആണല്ലോ. അപ്പോൾ കെയുടെ ഡയറക്ഷനിൽ കൊടുക്കുന്ന എത്രയാണ്? +3 ആണ് അല്ലേ. അപ്പോൾ +3 ന്യൂട്ടൺ ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് എലോങ് z ആക്സിസ്? z ഡയറക്ഷനിൽ കൊടുക്കുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് 3 ന്യൂട്ടൺ. x ആക്സിസ് ചോദിച്ചിരുന്നെങ്കിൽ ഇവിടെ 1I എന്നാണ് അല്ലേ. അപ്പോൾ 1 ന്യൂട്ടൺ എന്ന് എഴുതാം. y ആക്സിസ് ചോദിച്ചിരുന്നെങ്കിൽ 2 ന്യൂട്ടൺ എന്ന് എഴുതാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ് ഇൻ മൂവിങ് ദ ബോഡി ഓവർ എ ഡിസ്റ്റൻസ് ഓഫ് 4 മീറ്റർ എലോങ് z ആക്സിസ്? z ആക്സിസിൽ 4 മീറ്റർ എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് മൂവ് ചെയ്യാനായിട്ട് ഇതിന് കൊടുക്കേണ്ട വർക്ക് ഡൺ എത്രയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ മണ്ടയിൽ ചെയ്യേണ്ട, ഈ ബോഡിയിൽ നമ്മൾ ചെയ്യേണ്ട വർക്ക് ഡൺ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ എന്താണ്? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷനിലുള്ള ഫോഴ്സ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഏത് ഡയറക്ഷനിലാണ്? z ആക്സിസിലാണ് അല്ലേ. z ആക്സിസിലുള്ള ഫോഴ്സ് എത്രയാണ്? 3 ന്യൂട്ടൺ ആണ്.
അപ്പോൾ ഫോഴ്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം, 3 എന്ന് കൊടുക്കാം. ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്, ഇസഡ് ആക്സിസിലതാണ് 4 മീറ്റർ. അപ്പോൾ 3 × 4 അപ്പോൾ 12 ജൂൾ എന്ന് കിട്ടും അല്ലേ. വർക്കിൻ്റെ യൂണിറ്റ് ജൂളാണ്, അതുകൊണ്ടാണ് ഇവിടെ ജൂൾ കൊടുത്തത്. അപ്പോൾ 12 ജൂൾ എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നിങ്ങൾ ഇത്രയും വലിയ ഇക്വേഷൻ ആണെങ്കിൽ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇസഡ് ഡയറക്ഷനിൽ മാത്രമേ ഇത് മൂവ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇസഡ് ഡയറക്ഷനുള്ള ഫോഴ്സ് മാത്രം എടുത്താൽ മതി. ഇനി വൈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഈ 2 മാത്രം എടുക്കണമായിരുന്നു. എക്സിലാണെങ്കിൽ 1 മാത്രം എടുക്കണമായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ 12 ജൂൾ. ഇനി ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഈ ഫോഴ്സിൻ്റെ ഒരു വെക്റ്റർ ഫോമിൽ ഇവിടെ തന്നിട്ടുണ്ട്, ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഇതേപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്റ്റർ ഫോമിലാണ് തന്നിരുന്നത് എങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊരു ക്വസ്റ്റ്യനോടെ വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഇവിടെ ഫോഴ്സ് എന്നതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റിന് 3i + 4j - 5k അങ്ങനെ വല്ലതും തന്നിരിക്കുകയാണെങ്കിൽ ഈ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചാലാണ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇത് രണ്ട് F.D കണ്ടുപിടിച്ചാലാണ് നമുക്ക് വർക്ക് കിട്ടുന്നത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഫോക്കസ് ഏരിയ വീഡിയോയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ പഠിച്ചു വെച്ചേക്കുക. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ കാണുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതുകൂടെ അങ്ങ് പഠിച്ചു വെച്ചേക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ മാൻ ട്രൈസ് ടു ലിഫ്റ്റ് എ മാസ് ഓഫ് 200 കിലോഗ്രാം വിത്ത് എ ഫോഴ്സ് 100 ന്യൂട്ടൺ. 100 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്ത് ഒരാൾ ട്രൈസ് ടു ലിഫ്റ്റ് ഉയർത്താൻ ശ്രമിക്കുകയാണ്. എത്ര മാസിനെ? 200 കിലോഗ്രാം മാസിനെ അല്ലേ. പക്ഷെ നമുക്കറിയാം അത് പറ്റൂല. കാരണം എന്താണ്, 200 കിലോഗ്രാം മാസുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്ര വരും? 200 കിലോഗ്രാം ആണ് എൻ്റെ മാസെങ്കിൽ വെയിറ്റ് W = M × G എന്ന് നമുക്കറിയാം അല്ലേ. വെയിറ്റ് ആണ്, W വർക്കല്ല, M × G എന്ന് നമുക്ക് എഴുതാം അല്ലേ. M എത്രയാണ്? 200 ആണ് അല്ലേ. അപ്പോൾ 200 × ജിയുടെ വാല്യൂ 9.8 ആണ് അല്ലേ. 9.8. അപ്പോൾ 200 × 9.8 ചെയ്യുമ്പോൾ നമുക്ക് 1960 എന്ന് കിട്ടും. 1960 ന്യൂട്ടനാണ് ഈ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും വെയിറ്റുള്ളൊരു സാധനത്തെ ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മൾ മിനിമം 1960 ന്യൂട്ടനെങ്കിലും ഫോഴ്സ് കൊടുക്കണം. പക്ഷേ ഇവൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? 100 ന്യൂട്ടനാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഈസ് ഹി ഡൂയിങ് എ വർക്ക്? എക്സ്പ്ലെയിൻ. അവൻ ഒരു വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ആൻസർ. കാരണം എന്താണ്? വർക്ക് ഡൺ = ഫോഴ്സ് × ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇവനോട് ഒരു ഫോഴ്സ് എന്തായാലും അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടോ? ഇല്ല. കാരണം ഇത്രയും ചെറിയൊരു ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഇത്രയും വലിയൊരു വെയിറ്റിനെ ഉയർത്താൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. അപ്പോൾ ഫോഴ്സ് × ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്യുമ്പോൾ ഫോഴ്സ് 100 × ഡിസ്പ്ലേസ്മെൻറ്റ് 0. അപ്പോൾ നമുക്ക് വർക്ക് 0 എന്ന് കിട്ടും. അതുകൊണ്ട് ഈസ് ഹി ഡൂയിങ് വർക്ക് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നോ വർക്ക് ഈസ് ഡൺ ആസ് ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് വർക്കില്ല. 100 ന്യൂട്ടൺ ഫോഴ്സ് ഈസ് ഇൻസഫിഷ്യൻറ്റ് ടു റൈസ് 200 കിലോഗ്രാം. 200 കിലോഗ്രാമിനെ ഉയർത്താൻ 100 ന്യൂട്ടൺ ഫോഴ്സ് ഇൻസഫിഷ്യൻ്റ് ആണ്, അത്രയും പോരാ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് യെസ് ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ. ഇഫ് യെസ് അല്ല, നമുക്ക് നോ ആണ് ആൻസർ അല്ലേ. അപ്പോൾ അത് നോക്കണ്ട. ഇഫ് നോ ആണെങ്കിൽ ഫൈൻഡ് ദ ഫോഴ്സ് റിക്വയർഡ് ടു ലിഫ്റ്റ് ഇറ്റ്. നോ എന്നാണ് നമ്മുടെ ഉത്തരം അല്ലേ. അപ്പോൾ അത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഫൈൻഡ് ദ ഫോഴ്സ് റിക്വയർഡ് ടു ലിഫ്റ്റ് ഇറ്റ്, അത് നമ്മളിവിടെ കണ്ടുപിടിച്ചു അല്ലേ. അത് തന്നെയാണ് ബി ക്വസ്റ്റ്യൻ. ഫോഴ്സ് റിക്വയർഡ് ടു ലിഫ്റ്റ് 200 കിലോഗ്രാം = അതിൻ്റെ വെയിറ്റ് ആയിരിക്കും എത്രയാണ്? 200 × 9.8 ചെയ്യുമ്പോൾ നമുക്ക് 1960 ന്യൂട്ടൺ എന്ന് കിട്ടും. അതാണ് ഫോഴ്സ് എഫ്. ഓക്കെ, ഇനി മൂന്നാമതൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഇഫ് ഇറ്റ് ഈസ് ലിഫ്റ്റഡ് ടു 2 മീറ്റർ. 2 മീറ്റർ ഉയരത്തിലേക്കാണ് അവനതിനെ ഉയർത്തുന്നത്. എത്ര സമയം കൊണ്ട്? 10 സെക്കൻഡ് കൊണ്ട്. ഓക്കെ, 2 മീറ്റർ ഉയരത്തിലേക്ക് അവന് ആ വസ്തുവിനെ ഉയർത്താൻ വേണ്ട സമയം 10 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഹിസ് പവർ. അവൻ അവിടെ സ്പെൻഡ് ചെയ്ത പവർ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പവർ എന്നുള്ള നമ്മൾ ചാപ്റ്റർ പഠിച്ചതാണ്. പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ടൈം ആണ് അല്ലേ. റേറ്റ് ഓഫ് വർക്ക് ഡൺ ആണ്. അപ്പോൾ പവർ = വർക്ക് ഡൺ ബൈ ടൈം എന്നെഴുതിയതിന് ശേഷം ഇക്വേഷൻ എഴുതുക. വർക്ക് ഡൺ ഇക്വേഷനാണ് mgh അല്ലേ. വർക്ക് ഡണ്ണിന് പകരം mgh, ടൈമിന് t എന്ന് കൊടുക്കുക. ഓക്കെ, ഇതിനകത്ത് എമ്മും ജിയും എച്ചും നമുക്കറിയാം. എം എത്രയാണ്? 200 കിലോഗ്രാം അല്ലേ. ജി എന്ന് പറയുന്നത് 9.8. എച്ച് എന്ന് പറയുന്നത് എത്ര ഉയരത്തിലേക്കാണ് ഉയർത്തിയത്, അത് എത്രയാണ്? 2 മീറ്ററാണ്. ഓക്കെ, എച്ച് ഒക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഈ ഉയരം എച്ച് കൊടുക്കുമ്പോൾ മീറ്ററിൽ തന്നെ കൊടുക്കണം. SI യൂണിറ്റ് കൊടുത്താലേ നമുക്ക് ആൻസറും SI യൂണിറ്റ് കിട്ടുള്ളൂ. ഓക്കെ, അതേപോലെ മാസം ചിലപ്പം ഗ്രാമിലൊക്കെ തന്നിരിക്കും. അപ്പോൾ അതിനെ കിലോഗ്രാമിലോട്ട് മാറ്റിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ബൈ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? എത്ര സമയം നമ്മുടെ പറഞ്ഞിട്ടുണ്ടല്ലേ. എത്രയായിരുന്നു? 10 സെക്കൻഡാണ് അല്ലേ. അപ്പോൾ ടൈമിൻ്റെ SI യൂണിറ്റ് സെക്കൻഡ് തന്നെയാണ്, അതുകൊണ്ട് 10 എന്ന് തന്നെ കൊടുക്കുക. ഇനി മിനിറ്റിലാണ് തന്നിരിക്കുന്നതെങ്കിൽ × 6 ചെയ്യുക. അങ്ങനെ നമുക്ക് സെക്കൻഡിലോട്ട് മാറ്റിയിട്ട് വേണം കൊടുക്കാൻ. എന്നിട്ട് ഇത് കാൽക്കുലേറ്റർ അടിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടും. 392 വാട്ടാണ് അവൻ്റെ പവർ എന്ന് പറയുന്നത്.
വാട്ടാണ് പവറിൻ്റെ SI യൂണിറ്റ്. അപ്പോൾ ഇത്രയുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, രാജു ഇൻക്രീസ്ഡ് ദ സ്പീഡ് ഓഫ് എ മൂവിങ് മാസ് 50 കിലോഗ്രാം ഫ്രം 2 മീറ്റർ പെർ സെക്കൻഡ് ടു 4 മീറ്റർ പെർ സെക്കൻഡ്. രാജു ഒരു മൂവിങ് മാസ് ഉണ്ട്. മൂവിങ് മാസിൻ്റെ മാസ് എന്ന് പറയുന്നത് 50 കിലോഗ്രാം ആണ്. ഓക്കെ, അതിൻ്റെ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 4 മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൂട്ടി അല്ലേ. രാജു ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തായിരിക്കും അങ്ങനെ കൂട്ടുന്നത്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റിയാണ് 2 മീറ്റർ പെർ സെക്കൻഡ്, ഫൈനൽ വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മച്ച് ഫോഴ്സ് വിൽ ബി റിക്വയർഡ് ഇഫ് ദ വെലോസിറ്റി ചേഞ്ച് ടേക്ക് പ്ലേസ് ഇൻ 2 സെക്കൻഡ് 0.2 സെക്കൻഡ്. 0.2 സെക്കൻഡ് എന്ന് പറയുന്ന ഒരു സമയം കൊണ്ടാണ് ഈ വെലോസിറ്റിയിൽ ചേഞ്ച് വന്നത് എങ്കിൽ എന്തുമാത്രം ഫോഴ്സ് വേണ്ടി വരും? ഇത് ചെയ്യാൻ വേണ്ട ഫോഴ്സ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ ഇവിടെ നമുക്ക് മാസ് M തന്നിട്ടുണ്ട്. ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് U എന്നെടുക്കാം, ഫൈനൽ വെലോസിറ്റി V എന്നെടുക്കാം, ടിക്ക് 0.2 സെക്കൻഡ് കൊടുക്കാം. ഓക്കെ, നമുക്കറിയാം ഫോഴ്സ് F = മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് അല്ലേ. F = ma. ഇനി മാസ് എത്രയാണെന്ന് തന്നിട്ടുണ്ടല്ലോ, എത്രയാണ്? 50. ഇനി ആക്സിലറേഷൻ്റെ വാല്യൂ എന്താണ്? ആക്സിലറേഷൻ = ഇവിടെ മാസിനെ നമുക്ക് M എന്ന് കൊടുക്കാം. അപ്പോൾ M × A എന്ന് എഴുതാം. ഓക്കെ, M × A എന്ന് എഴുതാം. ഇനി ഇതിൽ M അതേപോലെ ഇട്ടതിന് ശേഷം എയുടെ ഇക്വേഷൻ നമ്മൾ കൊടുക്കണം. A എന്ന് പറഞ്ഞാൽ എന്താണ്? എയുടെ ഇക്വേഷൻ എന്താണ്? V - U/T എന്നാണ്. V ഫൈനൽ വെലോസിറ്റി, U ഇനിഷ്യൽ വെലോസിറ്റി, T ടൈം അല്ലേ. അപ്പോൾ ഇവിടെ Vയും Uവും Tയും തന്നിട്ടുണ്ട് അല്ലേ. എത്രയൊക്കെയാണ്? 4 to 0.2. അപ്പോൾ അത് അത്രയും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ബ്രാക്കറ്റ്, കാൽക്കുലേറ്റർ അടിക്കുന്ന സമയത്ത് ഇവിടെ ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ ഈ ആൻസർ കിട്ടൂല. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 500 ന്യൂട്ടൺ കിട്ടും. 500 ന്യൂട്ടൺ ഇത് ചെയ്യാൻ വേണ്ടി വരുന്ന ഫോഴ്സ്. ഇനി B ക്വസ്റ്റ്യൻ ഉണ്ട്, ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ ബൈ രാജു. രാജു ചെയ്ത വർക്ക് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് വർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് എന്നാണ്. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഫോഴ്സ് നമുക്കറിയാം, ഡിസ്പ്ലേസ്മെൻറ്റ് അറിയാമോ? ഇല്ല, ഡിസ്പ്ലേസ്മെൻറ്റ് അറിഞ്ഞൂടാ. ഡിസ്പ്ലേസ്മെൻറ്റ് വേണമെങ്കിൽ നമുക്ക് കൈനമാറ്റിക് ഇക്വേഷൻ ഓഫ് മോഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, S = ut + half t², V = u + at, v² = u² + 2as. ഈ 3 ഇക്വേഷൻസിനെയാണ് കൈനമാറ്റിക് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻസിൽ ഏതെങ്കിലുമൊക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കാം. പക്ഷേ അത്രയും ചെയ്യാതെ തന്നെ നമുക്കിവിടെ ചെയ്യാൻ പറ്റണം. കാരണം ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വർക്ക് എനർജി പവർ എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ പഠിച്ച ഏതെങ്കിലും തിയറം തന്നെയായിരിക്കും ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അത് അപ്ലൈ ചെയ്യാതെ കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസറൊക്കെ കിട്ടും. ഓക്കെ, പക്ഷേ അത് വെച്ച് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് കിട്ടും. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട തിയറം വർക്ക് എനർജി പ്രിൻസിപ്പിളാണ്, വർക്ക് എനർജി തിയറം. അപ്പോൾ നമ്മുടെ അടുത്ത് ഇവിടെ ചോദിച്ചിരിക്കുന്ന വർക്ക് എത്ര എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വർക്ക് എനർജി തിയറം പറയുന്നത് വർക്ക് ഡൺ = ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്നാണ്. ഓക്കെ, വർക്ക് ഡൺ = ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇത് WD എന്ന് എഴുതുക. വർക്ക് ഡൺ = ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഓക്കെ, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി. ഫൈനൽ കൈനറ്റിക് എനർജി ½ mv², ഇനിഷ്യൽ ½ mu². എന്നിട്ട് രണ്ടിന്ന് ½ m കോമൺ എടുത്താൽ ½ m × v² - u² എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ½ × m വാല്യൂ 50 × v² പകരം എത്രയാണ്? V എത്രയാണ്? 4 അല്ലേ. അപ്പോൾ 4² - u പകരം 2² അപ്പോൾ 300 ജൂൾ എന്ന് കിട്ടും. അപ്പോൾ വർക്ക് ഡൺ കിട്ടാനായിട്ട് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ലാതെ തന്നെ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടി വർക്ക് എനർജി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ വർക്ക് എനർജി തിയറം അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, വർക്കിൻ്റെ യൂണിറ്റ് ജൂളാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. എ മാൻ ട്രൈസ് ടു പുൾ എ റിജിഡ് വോൾ ഫോർ എ ലോങ് ടൈം ബട്ട് ഹി ഫെയിൽസ് ടു ഡിസ്പ്ലേസ് ഇറ്റ്. ഒരാൾ എന്ത് ചെയ്യാണ്? പുൾ, ഇവിടെ പുഷ് എന്നാണ്. ആക്ച്വലി ഒരു വോൾ നമുക്ക് ഒരിക്കലും പുൾ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എ മാൻ ട്രൈസ് ടു പുഷ് എ റിജിഡ് വോൾ. ഒരാൾ ഒരു മതിൽ തള്ളുകയാണ്. ഫോർ എ ലോങ് ടൈം, കുറേ സമയം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് ഫെയിൽസ് ടു ഡിസ്പ്ലേസ് ഇറ്റ്. ഫെയിൽസ്, അയാൾ അതിൽ പരാജയപ്പെടുന്നു, അത് ഡിസ്പ്ലേസ് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നു, അതായത് തള്ളി നീക്കാൻ പറ്റുന്നില്ല. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ എക്സ്റ്റേണൽ വർക്ക് ഡൺ ബൈ ഹിം? അവൻ ചെയ്ത എക്സ്റ്റേണൽ വർക്ക് എത്രയാണ്? എക്സ്റ്റേണൽ വർക്ക് എന്ന് പറഞ്ഞാൽ ആ പേഴ്സൺ ചെയ്ത വർക്ക്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് വർക്ക് ഡൺ ഇക്വേഷൻ എഴുതി നോക്കിയാൽ മതി. വർക്ക് ഡൺ W = എന്താണ്? ഇക്വേഷൻ എന്താണ്? FS cos θ ആണല്ലേ. വർക്ക് = F × S എന്നോ D എന്നോ ഒക്കെ എടുക്കാം. FS cos θ ആണ്. FS cos θ. ഓക്കെ, ഇവിടെ ഈ ഇക്വേഷൻ എടുക്കുമ്പോൾ എപ്പോഴൊക്കെയാണ് തീറ്റ എടുക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് F × S എടുക്കേണ്ടത് എന്ന്, അതായത് cos θ എടുക്കേണ്ടാത്ത സമയങ്ങൾ എപ്പോഴൊക്കെയാണ് എന്ന് ചിലർക്കെങ്കിലും ഡൗട്ട് കാണും. അത് വളരെ സിമ്പിളാണ്. ഈ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ ഈ cos θ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫോഴ്സിനും ഡിസ്പ്ലേസ്മെൻറ്റിനും ഇടയിൽ ഒരു ആംഗിൾ ഉണ്ട് എങ്കിലാണ് cos θ എടുക്കേണ്ടത്.
ഓക്കെ, ആംഗിൾ 0 ആണെങ്കിൽ, തീറ്റ 0 ആണെങ്കിൽ രണ്ടും ഒരേ ഡയറക്ഷനാണ്. അപ്പോൾ F×S എന്ന് മാത്രം എഴുതിയാലും നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇവിടെ ഇപ്പോൾ എടുത്താൽ ഇനിയിപ്പോൾ ഏത് കേസിൽ നിങ്ങളിത് കോസ് തീറ്റ എടുത്താലും പ്രശ്നമില്ല. കോസ് തീറ്റ എപ്പോൾ എടുത്താലും പ്രശ്നമില്ല. തീറ്റ 0 ആണെങ്കിൽ 0 കൊടുക്കുക, അപ്പോൾ കോസ് 0 എന്ന് പറയുന്നത് 1 ആവും. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അയാൾ തള്ളി നീക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ അവിടെ എന്തുണ്ട്? ഒരു ഫോഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഫോഴ്സ് ഉണ്ട്, ദർ ഈസ് എ ഫോഴ്സ്. ഇനി എസ് ഉണ്ടാവിടെ. എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, ആ വോള് ആദ്യം വരുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചെങ്കിലും മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട് അല്ലേ? പക്ഷേ ഇവിടെ കുറച്ച് പോലും നീങ്ങിയിട്ടില്ല. സോ ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ എത്രയാണ്? അതിൻ്റെ വാല്യൂ 0 ആണ് അല്ലേ? തീറ്റ എന്ന് പറയുന്നത് 0 ആണ്. തീറ്റയും തീറ്റ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിലല്ലേ അതിൻ്റെ ഡയറക്ഷൻ എടുക്കാൻ പറ്റും. എന്തായാലും ഈ 3 ടേംസിൽ ഏതെങ്കിലും ഒരെണ്ണം 0 ആയി കഴിഞ്ഞാൽ മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 0 ആയി മാറും. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആവും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. വർക്ക് ഡൺ ഈസ് 0 ബിക്കോസ് എസ് ഈസ് 0. ഓക്കെ, അപ്പോൾ F×S ചെയ്യുമ്പോഴത്തേക്ക് 0 കിട്ടും. ഇത് ക്രോസ് അല്ല, ഇത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ഇൻറ്റു ആണ്. ക്രോസ് ആണെങ്കിൽ നമ്മളിവിടെ വെക്റ്റർ സിമ്പിളൊക്കെ ഇടാം. അതുപോലെ വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഡോട്ട് പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ക്രോസ് പ്രോഡക്റ്റ് ആണ് എന്നാരും വിചാരിക്കരുത്. ജസ്റ്റ് മൾട്ടിപ്ലൈ, നമുക്ക് ചുമ്മാ 2 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ഇൻറ്റു ഇടാം. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? സജസ്റ്റ് 2 കണ്ടീഷൻസ് ഫോർ ദ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ടു ബി 0. 2 കണ്ടീഷൻസ് പറയണം. എന്തിനാണ്? വർക്ക് ഡൺ 0 ആവുന്ന 2 കണ്ടീഷൻസ്. വർക്ക് ഡൺ 0 ആവുന്ന ഒരു കണ്ടീഷനാണ് നമ്മളിവിടെ കണ്ടത് അല്ലേ? എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയാൽ മതി, അപ്പോൾ വർക്ക് ഡൺ 0 ആണ് അല്ലേ? ഇവിടെ ഒരു മതിൽ തള്ളി നീക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഒരു കെട്ടിടം ബിൽഡിംഗ് തള്ളി നീക്കാൻ ശ്രമിക്കുന്നു, അപ്പോഴൊക്കെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും, അപ്പോൾ വർക്ക് ഡൺ 0 ആവും. ഓക്കെ, വേറെ 2 എക്സാമ്പിൾസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 90. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 90 എന്നല്ല, ഇവിടെ മിസ്റ്റേക്കാണ്. തീറ്റ ഈസ് ഈക്വൽ ടു 90 എന്നാണ്. ഓക്കെ, തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആവണം. തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ കോസ് തീറ്റയുടെ വാല്യൂ എത്ര വരും? കോസ് 90 0 വരും അല്ലേ? ദ വർക്ക് ഡൺ വിൽ ബി 0. അതായത് ഫോഴ്സിനും ഡിസ്പ്ലേസ്മെൻറ്റിനും ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആവുകയാണെങ്കിൽ വർക്ക് ഡൺ 0 ആവും. അതിന് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ നമ്മളൊരു ചുമട്, നമ്മൾ എന്തെങ്കിലും ഒരു ലോഡ് തലയിൽ ചുമന്നുകൊണ്ടങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മളൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള, അതായത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു തറയിൽ കൂടി നമ്മൾ നടക്കുകയാണ്. ഓക്കെ, നമ്മുടെ വീടിൻ്റെ ഉൾവശമാണെന്ന് വിചാരിക്കുക. നമ്മുടെ തലയിൽ ഒരു 10 കിലോ വെയിറ്റ് എടുത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ് അപ്ലൈ ചെയ്യുന്നത്? ആ ലോഡിലോട്ട് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് നേരെ മുകളിലോട്ടാണ് അല്ലേ? നമ്മൾ ആ ലോഡിനെ താങ്ങി പിടിക്കാനായിട്ട് നമ്മൾ ഫോഴ്സ് നേരെ വെർട്ടിക്കലി അപ്വേർഡ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അതേസമയം നമ്മൾ നടന്ന് നീങ്ങുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലല്ലേ? അതായത് നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഫ്ലോറിലാണ് നിൽക്കുന്നതെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണുള്ളത്. അപ്പോൾ വെർട്ടിക്കലി ഫോഴ്സും ഹൊറിസോണ്ടലി ഡിസ്പ്ലേസ്മെൻറ്റും രണ്ടും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി അല്ലേ? അപ്പോൾ കോസ് 90 എടുക്കുമ്പോൾ 0 ആയി പോകും. F×S കോസ് 90 എടുക്കുമ്പോൾ 0 ആയി പോകും. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആവും. ഓക്കെ, അതേസമയം നമ്മളൊരു ലോഡ് ചുമന്നുകൊണ്ട് ഒരു താഴ്ന്ന സ്ലോപ്പിലൂടെ, അതായത് സ്ലോപ്പിലൂടെ താഴോട്ട് ഇറങ്ങുകയോ അല്ലെങ്കിൽ ഒരു സ്ലോപ്പിലൂടെ മുകളിലേക്ക് കയറുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ വർക്ക് ഡൺ 0 ആയിരിക്കത്തില്ല. ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ഫ്ലോറിൽ കൂടെ നടക്കുമ്പോൾ മാത്രമാണ് വർക്ക് ഡൺ 0 ആവുന്നത്. അതാണ് ഇവിടെ ഒരു സിനാരിയോ പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വെൻ വൺ ഓഫ് ദ വെക്റ്റർ വിൽ ബി 0, ദ വർക്ക് ഡൺ വിൽ ബി 0. ഈ 2 വെക്റ്റേഴ്സ് ഏതൊക്കെയാണ്? 2 വെക്റ്റേഴ്സ് നമ്മളിവിടെ പറഞ്ഞില്ലേ? വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ F×S കോസ് തീറ്റ ആണ്. അപ്പോൾ ഇതിൽ എഫും എസും ആണ് വെക്റ്റേഴ്സ്. അപ്പോൾ ഒന്നുകിൽ F 0 ആവണം, അല്ലെങ്കിൽ S 0 ആവണം. S 0 ആവുന്ന കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. അടുത്ത് ഇനി F 0 ആയാലും മതി അല്ലേ? F 0 ആയാലും മതി, S 0 ആയാലും മതി. അപ്പം മൊത്തം വാല്യൂ എന്ന് പറയുന്നത് 0 ആയിപ്പോൾ. അപ്പോൾ അത് രണ്ടുമാണ് അതിൻ്റെ 2 കേസുകളെന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. ഹൗ ക്യാൻ യു ഫൈൻഡ് ദ വർക്ക് ഡൺ ഫ്രം ദ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ്? ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റിനും എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ഗ്രാഫ് വരയ്ക്കാം. ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ ജനറലി വരയ്ക്കുന്നത് ഫോഴ്സ് y ആക്സിസിലും ഡിസ്പ്ലേസ്മെൻറ്റ് x ആക്സിസിലുമാണ് വരയ്ക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇനി നമുക്ക് S എന്ന് കൊടുക്കാം, അത് x ആക്സിസിലും ഫോഴ്സ് y ആക്സിസിലുമാണ് വരയ്ക്കുന്നത്. ഇനി തിരിച്ച് വരച്ചാൽ തെറ്റുണ്ടാകുന്ന ചോദിച്ചാൽ അങ്ങനെ തെറ്റൊന്നുമില്ല, പക്ഷേ ജനറലി ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുമ്പോഴൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും തരുന്നത്. നിങ്ങൾ വരയ്ക്കുകയാണെങ്കിലും വരയ്ക്കാൻ ചോദിക്കുകയാണെങ്കിലും ഇങ്ങനെ തന്നെ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ്, ഇങ്ങനെയാണ് ഗ്രാഫ് പോകുന്നത് എന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് ഫോഴ്സ് ഇവിടെ നിന്ന് ഇങ്ങനെ കൂടിയും കുറഞ്ഞും ഒക്കെ പോകുന്നു, അല്ലെങ്കിൽ വേണമെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ പോകാം. എങ്ങനെ പോയാലും ശരി, നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ FS ഗ്രാഫിൻ്റെ അടിയിലുള്ള ഏരിയ, ദ ഏരിയ അണ്ടർ FS ഗ്രാഫ്, അതായത് ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ്. അതായത് നമുക്കിത് ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ ഉള്ളതാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കുള്ളതാണെങ്കിൽ അവിടെ തൊട്ട് എടുക്കുക, ഞാനിവിടെ എൻഡ് തൊട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ എൻഡ് വരെയുള്ള ഇത്രയും പോർഷനിലെ വർക്ക് ഡൺ,
നമ്മൾ എന്തുമാത്രം എത്ര ജൂൾ എനർജി സ്പെൻഡ് ചെയ്താണ് ഈ വർക്ക് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഇതാ നമ്മളിതാ ഈ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഇതെവിടെ ഹാച്ച് ചെയ്തിരിക്കുന്ന ഇത്രയും ഏരിയ. ഓക്കെ, ഇത്രയും ഏരിയയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ തന്നിരിക്കുന്ന ഒരു ട്രയാങ്കുലർ സെക്ഷൻ ആയിട്ടായിരിക്കും. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കൊടുക്കുക. ചിലപ്പോൾ റെക്റ്റാങ്കിൾ ആയിരിക്കും, ചിലപ്പോൾ ട്രപ്പീസിയം ആയിരിക്കും. ഓക്കെ, അത് ജോമെട്രിക്കൽ ഷേപ്പായിട്ട് മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ വല്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്നെങ്കിലും തരുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആൻസർ. ദ ഏരിയ ഓഫ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് ഗിവ്സ് വർക്ക് ഡൺ. ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളൊരു ഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫിൻ്റെ അടിയിലുള്ള ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് വർക്ക് ഡൺ കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. എ ബോഡി ഈസ് ഇനിഷ്യലി അറ്റ് റെസ്റ്റ്. ഒരു ബോഡി ആദ്യം അനങ്ങാതിരിക്കുകയാണ്. ഇറ്റ് അണ്ടർഗോസ് വൺ ഡയമെൻഷണൽ മോഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ. അതിനുശേഷം അനങ്ങാതിരിക്കുന്ന ആ ബോഡി എന്ത് സംഭവിക്കുകയാണ്? അതിന് അണ്ടർഗോസ് വൺ ഡയമെൻഷണൽ മോഷൻ. വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നാണ്. അതായത് ഒരൊറ്റ ആക്സിസ് മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ എക്സ് അല്ലെങ്കിൽ വൈ അല്ലെങ്കിൽ ഇസഡ്, ഏതെങ്കിലും ഒരൊറ്റ ഡയറക്ഷനിൽ പൊക്കോണ്ടേയിരിക്കുകയാണ്. എങ്ങനെയാണ് പോകുന്നത്? വിത്ത് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ. കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതായത് ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും അതിൻ്റെ വെലോസിറ്റിയിലുണ്ടാകുന്ന ചേഞ്ച് സെയിം ആയിരിക്കും. അതായത് ആദ്യം റെസ്റ്റിലിരിക്കുകയാണ്, അപ്പോൾ 0th സെക്കൻഡിൽ 0 ആണ് വെലോസിറ്റി എന്ന് വിചാരിക്കുക. ഓക്കെ, 1ാമത്തെ സെക്കൻഡ് ആകുമ്പോൾ അത് 5 ആയിട്ട് കൂടുന്നു, 5 മീറ്റർ/സെക്കൻഡ് ആയി. അടുത്ത 2ാമത്തെ സെക്കൻഡിൽ പിന്നെ 5 കൂടും, അപ്പോൾ 10 ആവും. 3ാമത്തെ സെക്കൻഡിൽ പിന്നെ 5 കൂടും, അപ്പോൾ 15 ആവും. അങ്ങനെ ഓരോ സെക്കൻഡിലും ഈക്വൽ വെലോസിറ്റിയാണ് കൂടി വരുന്നതെങ്കിൽ അതിനാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു ഫ്രീലി ഫോളിംഗ് ബോഡി എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷന് എക്സാമ്പിളാണ്. ഓക്കെ, അവിടെ ഓരോ സെക്കൻഡിലും 9.8 മീറ്റർ/സെക്കൻഡ് വെച്ചിട്ട് അതിൻ്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ വീഴുന്നതുകൊണ്ടാണ് അതിൻ്റെ ആക്സിലറേഷൻ 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ദ പവർ ഡെലിവേർഡ് ടു ഇറ്റ് അറ്റ് ടൈം ടി ഈസ് പ്രൊപ്പോർഷണൽ ടു. ഇവിടെ അതിന് ടി എന്ന് പറയുന്ന സമയത്ത് കിട്ടുന്ന പവർ. ഓക്കെ, പവർ പിയും ആ ടിയും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പവർ പ്രൊപ്പോർഷണൽ ടു ടി റേസ് ടു എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഉണ്ട്. ടി റേസ് ടു 1/2 ടി, ടി റേസ് ടു 3/2 ടി സ്ക്വയർ. ഇത്രയാണ് ഓപ്ഷൻസ് ഉള്ളത്. ടി റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് ടി എന്നാണ്. ടി എന്ന് പറഞ്ഞാൽ ടി റേസ് ടു 1 എന്നാണ്. ഓക്കെ, അതൊക്കെ നമുക്കറിയാം. നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി, ഇനിഷ്യൽ അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇനിഷ്യൽ വെലോസിറ്റി 0 എന്ന് എടുക്കാം. u = 0. ഇനി ഫൈനൽ വെലോസിറ്റി v = എന്താണ് ഇക്വേഷൻ? v = u പ്ലസ് എ ടി. u പ്ലസ് ആണ് ഇത്, u t എന്ന് വായിക്കരുത്, u പ്ലസ് എ ടി. ഓക്കെ, ഇനി ഇനിഷ്യൽ വെലോസിറ്റി u എന്ന് പറയുന്നത് 0 അല്ലേ? അപ്പോൾ ഈ യുവിന് പകരം നമുക്ക് എത്ര കൊടുക്കാം? യുവിന് പകരം നമുക്ക് 0 കൊടുക്കാം. ഇത് 0 ആയി അല്ലേ? ഇത് 0 ആയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? a × t എന്ന് മാത്രമാവും. അപ്പോൾ v = at എന്ന് നമുക്ക് കിട്ടി. v ഫൈനൽ വെലോസിറ്റി v = at എന്ന് കിട്ടി. ഇതെന്തിനാണ് നമ്മൾ കണ്ടുപിടിച്ചതെന്ന് അറിയാവോ? നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാവുന്ന 2 ഇക്വേഷൻസ് ആണ്. ഒന്ന് വർക്ക് ബൈ ടൈമും, 2 ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഓക്കെ, വർക്ക് ഡൺ ബൈ ടൈമും ഉണ്ട്, w/t ഉണ്ട്, അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ ഡെറിവേഷൻ നമ്മൾ ഫോക്കസ് ഏരിയ വീഡിയോയിൽ പറഞ്ഞതാണ്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ട് ഒന്നുകൂടി പഠിക്കുക, മറന്നുപോയെങ്കിൽ ഒന്നുകൂടെ കണ്ട് പഠിക്കുക. എന്നിട്ട് അതൊന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് തറവാവും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് f × v എന്നുള്ള ഇക്വേഷനാണ്. പവർ = ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഇനി ഇതിൻ്റെ അകത്ത് ഫോഴ്സിന് പകരം നമ്മൾ m × a എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഫോഴ്സ് f = ma നമുക്കറിയാം. ഇനി വെലോസിറ്റിക്ക് പകരം എന്ത് കൊടുക്കാം? അത് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? a × t. അപ്പോൾ ഈ വിക്ക് പകരം a t കൊടുത്തു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാവും? ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു സ്റ്റെപ്പ് കൂടെ എഴുതാനുണ്ട്, അത് എഴുതിയിട്ടില്ല, നമുക്ക് എഴുതി ചേർക്കാം. m × അല്ലേ a. അപ്പോൾ എന്തായി? എയും എയും കൂടെ ചേരുമ്പം a² × t അല്ലേ, × t. അപ്പോൾ m × a² × t എന്നായി. പവർ p = m × a² × t എന്നായി. ഇതിൽ എമ്മും എയും ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. മാസ് എന്ന് പറയുന്നത് അല്ലെങ്കിലും കോൺസ്റ്റൻ്റ് ആണ്. ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആക്സിലറേഷൻ ആണ് നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? വിത്ത് കോൺസ്റ്റൻ്റ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ എമ്മും എയും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇത് രണ്ടും കൂടെ ചേർന്ന് ഒറ്റ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മളൊരു കോൺസ്റ്റൻറ്റ് മാറ്റിക്കളഞ്ഞാൽ ആ ഈക്വൽ സൈൻ മാറി അത് പ്രൊപ്പോർഷണൽ സൈൻ ആവും അല്ലേ? ഈ പ്രൊപ്പോർഷണൽ മാറ്റി ഇക്വേഷൻ ആക്കാൻ വേണ്ടിയല്ലേ നമ്മൾ കോൺസ്റ്റൻറ്റിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ നേരെ തിരിച്ച് ചെയ്യാണ്. ഈ കോൺസ്റ്റൻറ്റിനെ എടുത്ത് കളഞ്ഞാൽ ഈ ഈക്വൽ സൈൻ മാറി അത് പ്രൊപ്പോർഷണൽ ആവും. അപ്പോൾ ബാക്കി എന്തുണ്ട്? ഈ കോൺസ്റ്റൻറ്റ് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ടി എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ പവർ പി ഇവിടെ ഈക്വൽ എന്നുള്ളത് ഇവിടെ ഇംപ്ലൈസ് എന്നുള്ള സിമ്പൽ എടുക്കുക. ഓക്കെ, അപ്പോൾ ദാറ്റ് മീൻസ് പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടൈം അല്ലേ? അപ്പോൾ പവർ എന്തിന് പ്രൊപ്പോർഷണലാണ്? ടിക്ക് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനാണ് നമ്മുടെ ആൻസർ അല്ലേ? ടി എന്ന് പറഞ്ഞാൽ t⁻1 എന്നാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സ്റ്റേറ്റ്
വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറം സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വർക്ക് എനർജി തിയറം നമ്മൾ ഫോക്കസ് ഏരിയ വീഡിയോയിൽ പറഞ്ഞതാണ്. എന്തായിരുന്നു വർക്ക് എനർജി തിയറം? ദ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി, അല്ലേ? ഒരു ഒബ്ജക്റ്റിൽ ഒരു ഫോഴ്സ് കാരണം ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ വർക്ക് കിട്ടാനായിട്ട് നമ്മൾ ആ ബോഡിയുടെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചാൽ മതി. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡെറിവേഷനും കൂടെ ഉണ്ട്. അതും നമ്മുടെ ആ ഫോക്കസ് ഏരിയ വീഡിയോയിൽ കിടപ്പുണ്ട്. അപ്പോൾ അതും അറിഞ്ഞൂടാത്തവർ അത് ഒന്നുകൂടെ കണ്ടു നോക്കുക. ഓക്കെ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? ഒരു കലോറി ഈസ് ഈക്വൽ ടു ഡാഷ് ജൂൾസ്. ഒരു കലോറി എത്ര ജൂളാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ തുടക്കത്തിൽ പറഞ്ഞതാണ്. ഓക്കെ. വേറൊരു ക്വസ്റ്റ്യൻ, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഡാഷ്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? പോസിറ്റീവ്, നെഗറ്റീവ്, 0, നൺ ഓഫ് ദ എബോവ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ, ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഈ ക്വസ്റ്റ്യനിൽ. ഓക്കെ. നമ്മളൊരു ഒബ്ജക്റ്റിന്, ഇത് ഗ്രൗണ്ട് ആണെന്ന് വിചാരിക്കുക, ഈ ഒബ്ജക്റ്റിന് നമ്മൾ മുകളിലോട്ട് എടുത്ത് ഉയർത്തുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് മുകളിലോട്ടാണ്. അപ്പോൾ ഇവിടെ ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് നമ്മൾ വെയിറ്റ് എന്ന് വിളിക്കുന്നത്, അല്ലേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാലും വെയിറ്റ് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. അപ്പോൾ വെയിറ്റ് താഴോട്ടാണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി ഇതിന് മുകളിലോട്ടല്ലേ നമ്മൾ ഉയർത്തുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിന് നമുക്ക് എസ് എന്ന് കൊടുക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടാണ്? മുകളിലോട്ടാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു സിനാരിയോയിൽ നമുക്കിവിടെ 2 വർക്ക് പറയാൻ പറ്റും. ഒന്ന്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന വർക്ക്, നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന വർക്ക്. അതായത് ഈ വസ്തുവിനെടുത്ത് നമ്മൾ മുകളിലോട്ട് ഉയർത്തുന്ന സമയത്ത് ഫോഴ്സ് എങ്ങോട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? മുകളിലോട്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടാണ്? മുകളിലോട്ട്. അപ്പോൾ ഇത് രണ്ടും ഒരേ ഡയറക്ഷനല്ലേ? അപ്പോൾ അവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ വർക്ക് ഡൺ ഓൺ ദ ഒബ്ജക്റ്റ് ബൈ ദ പേഴ്സൺ, ഇത് ഉയർത്തുന്ന പേഴ്സൺ ഈ ബോഡിയിൽ ചെയ്യുന്ന വർക്ക് ഡൺ പോസിറ്റീവാണ്. ഓക്കെ. ഇതേ കാര്യത്തിൽ തന്നെ നമ്മൾ ഗ്രാവിറ്റി ചെയ്യുന്ന വർക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിനെ എങ്ങോട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്? മുകളിലോട്ട്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലോട്ടും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ടും. അപ്പോൾ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് നെഗറ്റീവ്. ഓക്കെ. ഈ കേസിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ നെഗറ്റീവാണ്. ഓക്കെ. വർക്ക് ഡൺ ബൈ ദ പേഴ്സൺ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ഇനി ഒരു ഒബ്ജക്റ്റ്, രണ്ടാമത് വേറൊരു കേസ് എടുക്കുകയാണ്. ഒരു ഒബ്ജക്റ്റ് മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയാണ് എന്ന് വിചാരിക്കുക. ഓക്കെ. മുകളിൽ നമ്മളൊരു കല്ലിന് ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയതിന് ശേഷം അതിനെ അങ്ങ് വിടുന്നു. അപ്പോൾ അത് താഴോട്ട് വീഴും. ഓക്കെ. അപ്പോഴും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് വെയിറ്റ് തന്നെയാണ്. അതെങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? താഴോട്ടാണ്. ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടാണ്? അതും താഴോട്ടാണ്, അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും താഴോട്ടായതുകൊണ്ട് ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. രണ്ടും സെയിം ഡയറക്ഷനിലാണെങ്കിൽ പോസിറ്റീവ്, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നെഗറ്റീവ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഒരു ക്ലാരിഫിക്കേഷൻ അവർ വരുത്താൻ ഉണ്ടായിരുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെൻ വി ആർ ലിഫ്റ്റിംഗ് ആൻ ഒബ്ജക്റ്റ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് ആൻസർ നെഗറ്റീവ് ആയേനെ. അല്ലെങ്കിൽ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെൻ എ ബോഡി ഈസ് ഫോളിംഗ് ഡൗൺവേർഡ്സ് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ പോസിറ്റീവ് എന്ന് പറയാമായിരുന്നു, അല്ലേ? അപ്പോൾ നമ്മളൊരു വസ്തുവിൻ്റെ അടുത്ത് ഉയർത്തുന്ന സമയത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് നെഗറ്റീവ് ആവും. ഒരു ഒബ്ജക്റ്റ് താഴോട്ട് വീഴുന്ന സമയത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് പോസിറ്റീവ് ആവും. അപ്പോൾ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും പറയാം. ഇത് ക്വസ്റ്റ്യൻ്റെ മിസ്റ്റേക്കാണ്. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരത്തില്ല. ഓക്കെ. ഇനി അങ്ങനെ വരികയാണെങ്കിൽ ആ ബാക്കി പോർഷനൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടേ വരത്തുള്ളൂ. ഏത് കേസിലതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എൻ്റെ ആൻസർ എഴുതാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നിട്ട് ഞാൻ പറയാനുള്ള കാരണം ഇതാണ്, നിങ്ങൾക്ക് ഈ 2 ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റണം. ഓക്കെ. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യനോട് നോക്കാം. ഡ്രോ ഗ്രാഫിക്കലി ദ വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഫോളിംഗ് ബോഡി ഫ്രം എ ഹൈറ്റ്. ഒരു ഒബ്ജക്റ്റിനെ നമ്മളൊരു ഉയരത്തിൽ നിന്ന് താഴോട്ടിടുകയാണ്. അപ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഗ്രാഫ് വരയ്ക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ വരയ്ക്കുന്നതെന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഒറ്റ ഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതായത് നമ്മളിവിടെ വരയ്ക്കേണ്ട ഗ്രാഫ് വൈ ആക്സിസിൽ എനർജി എടുക്കുക, എക്സ് ആക്സിസിൽ ഹൈറ്റ് എടുക്കുക. ഓക്കെ. എക്സ് ആക്സിസിൽ ഹൈറ്റ് എടുക്കുക, വൈ ആക്സിസിൽ എനർജി എടുക്കുക. ഈ എനർജി എന്ന് പറയുമ്പോൾ അതിനകത്ത് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും അടയാളപ്പെടുത്താനുള്ളതുകൊണ്ട് നമുക്കിവിടെ കൈനറ്റിക് എനർജി എന്നും എഴുതാൻ പറ്റില്ല, പൊട്ടൻഷ്യൽ എനർജി എന്നും എഴുതാൻ പറ്റില്ല. അല്ലെങ്കിൽ രണ്ടും കൂടെ എഴുതണം, കൈനറ്റിക് എനർജി ഓർ പൊട്ടൻഷ്യൽ എനർജി എന്ന് എഴുതണം. അല്ലെങ്കിൽ നമുക്ക് എനർജി എന്ന് മാത്രം എഴുതിയാൽ മതി. എന്നിട്ട് ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഏത് ലൈനാണ് കൈനറ്റിക് എനർജി, ഏത് ലൈനാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് എങ്ങനെയാണിത് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. നമ്മളിതാ ഇത് ഗ്രൗണ്ട് ലെവലാണ്. ഓക്കെ. ഇത് തറയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു എച്ച് എന്ന് പറയുന്ന ഒരു ഉയരത്തിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ താഴോട്ടിടുകയാണ്. അപ്പോൾ ഇത് ഇരിക്കുന്ന ഇനിഷ്യൽ ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ആണ്. ഈ ഹൈറ്റ് എച്ച് ആണ്.
ഓക്കെ, ഈ ഒബ്ജക്റ്റിൻ്റെ മാസ് എന്ന് പറയുന്നത് എം ആണ് എന്ന് വിചാരിക്കുക. ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് എം ആണ്. ഈ ഒബ്ജക്റ്റിൻ്റെ മാസ് എന്ന് പറയുന്നത് എം ആണ്. അപ്പോൾ ഇത് ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇത് മാക്സിമം ഹൈറ്റിലല്ലേ ഇരിക്കുന്ന, അപ്പോൾ അതിൻ്റെ അകത്തുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. അത് എത്രയായിരിക്കും? അത് മാക്സിമം ആയിരിക്കും. കാരണം മാക്സിമം ഹൈറ്റിലല്ലേ ഇരിക്കുന്ന. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ mgh എന്നാണ് അല്ലേ, mgh എന്നാണ്. mgh അത്രയും, mgh എന്ന് പറയുന്ന അത്രയും പൊട്ടൻഷ്യൽ എനർജി ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരിക്കും. പക്ഷേ ഇത് താഴോട്ട് വരും തോറും ഈ ഹൈറ്റ് എന്ന് പറയുന്നത് കുറഞ്ഞു വരും. അപ്പോൾ mgh എന്നുള്ള ഇക്വേഷനിൽ mgh, ഈ ഇക്വേഷനിൽ എമ്മും ജിയും മാറത്തില്ല, എമ്മും ജിയും കോൺസ്റ്റൻറ്റുകളാണ്. പക്ഷേ എച്ച് എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നതുകൊണ്ട് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയും കുറഞ്ഞു വരും. അപ്പോൾ ഇത് താഴോട്ട് വന്ന് തറയിൽ പതിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഹൈറ്റ് 0 ആയി മാറിയിട്ട് mgh 0 ആയിട്ട് മാറും. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ മാക്സിമത്തിൽ നിന്ന് മിനിമത്തിലോട്ട് വരും. ഓക്കെ, ഇതാ ഇവിടെ നമ്മൾ ഹൈറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് 0 ഹൈറ്റിനെ കാണിക്കുന്നത്. ഓക്കെ, ഇത് മാക്സിമം ഹൈറ്റ് എച്ചിനെ കാണിക്കുന്നതാണ്. ഈ ക്യാപിറ്റൽ എച്ച് തന്നെയാണ് ഈ സ്മോൾ എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാക്സിമം എച്ച് മാക്സിമം ആവുന്ന സമയത്ത് കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും അല്ലേ, പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. മാക്സിമത്തിൽ നിന്ന് പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞ് 0 ആയിട്ട് മാറും. ഓക്കെ, ഈ ലൈനാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ PE എന്നും കൂടെ എഴുതുക. PE എന്ന് എഴുതിയാലേ ഇത് പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫാണ് എന്ന് മനസ്സിലാകത്തുള്ളൂ. ഈ ഒരു ലൈൻ ഇങ്ങനെ പോകുന്ന ലൈൻ. ഓക്കെ, അപ്പോൾ അതാണ് പൊട്ടൻഷ്യൽ എനർജി. ഇനി കൈനറ്റിക് എനർജിക്ക് എന്താണ് സംഭവിക്കുന്നത്? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/2 m × v² എന്നാണ്. 1/2 m v² എന്നാണ്. ഇതിൽ 1/2 m കോൺസ്റ്റൻ്റ് ആണ്, v എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. ഇത് ടോപ്പിൽ ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ വെലോസിറ്റി 0 ആയിരിക്കും. അതുകൊണ്ട് മാക്സിമം ഹൈറ്റിൽ ഇരിക്കുന്ന സമയത്ത് കൈനറ്റിക് എനർജി 0 ആയിരിക്കും. പക്ഷേ താഴോട്ട് വീഴുന്തോറും ഇതിന് ആക്സലറേഷൻ ഉള്ളതുകൊണ്ട് വെലോസിറ്റി കൂടി വരും അല്ലേ. ഇതിനൊരു കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ ആണുള്ളത്. അതുകൊണ്ട് താഴോട്ട് വരുന്നതോറും വെലോസിറ്റി കൂടി വരും അല്ലേ. അപ്പോൾ വെലോസിറ്റി കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ കൈനറ്റിക് എനർജിയും കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ താഴെ ഇത് വന്ന് ഇടിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു സെക്കൻഡിലായിരിക്കും ഇതിന് മാക്സിമം കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കുക. ഓക്കെ, താഴെ ഇടിച്ചത് നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. കാരണം താഴെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൈനറ്റിക് എനർജി 0 ആയി പോകും. ഓക്കെ, അവിടെ അപ്പോഴും വേറെ കുറേ സംഭവങ്ങളൊക്കെ സംഭവിക്കും. ഇതിൻ്റെ എനർജി ഇത് ഗ്രൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ഒക്കെ ചെയ്ത് കൊടുക്കും. അത്രയൊന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല, ഇടിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഉള്ളത്. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ കേസ് പറയുകയാണെങ്കിൽ ഹൈറ്റ് മാക്സിമത്തിൽ നിന്ന് മിനിമത്തിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ കൈനറ്റിക് എനർജി കൂടി വരികയാണ്. അപ്പോൾ ഹൈറ്റ് മാക്സിമം ആയിരിക്കുമ്പോഴത്തേക്ക് കൈനറ്റിക് എനർജി 0, ഹൈറ്റ് കുറഞ്ഞ് 0 ആകുമ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം ആവും. ഓക്കെ, അപ്പോൾ ഹൈറ്റ് കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലോട്ട് വരുമ്പോഴാണ് കൈനറ്റിക് എനർജി കൂടി പോകുന്നത്. അപ്പോൾ അതാ നമുക്കപ്പോൾ ആ ഒരു കൈനറ്റിക് എനർജി വരയ്ക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേണം നിങ്ങൾ നോക്കാൻ. അതായത് ഹൈറ്റ് മാക്സിമത്തിൽ നിന്ന് 0യിലേക്ക് വരുന്നു, അപ്പോൾ കൈനറ്റിക് എനർജി കൂടി വരുന്നു. അപ്പോൾ ഹൈറ്റ് മാക്സിമത്തിലായിരിക്കുമ്പോൾ 0, പിന്നെ താഴോട്ട് ഹൈറ്റ് കുറയും തോറും ഈ കൈനറ്റിക് എനർജി കൂടി പോയി 0 ഹൈറ്റ് ആവുന്ന സമയത്ത്, 0 ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റാണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും. അപ്പോൾ മാക്സിമം ഹൈറ്റിൽ നിന്ന് 0 ഹൈറ്റിലേക്ക് ഇങ്ങനെയാണ് ഈ ഗ്രാഫ് പോകുന്നത്. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജി കൂടി പോകുന്നു. ഓക്കെ, അങ്ങനെ കൂടി പോയി മാക്സിമം വാല്യൂവിൽ എത്തും. ഓക്കെ, ഇതാണ് മാക്സിമം വാല്യൂ. അപ്പോൾ ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ്, ഇതാണ് കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ്. ഓക്കെ, ഇനി ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് നിങ്ങൾ ഈ ഒരു എഡ്ജും ചേർത്ത് ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ഇതായിരിക്കും ടോട്ടൽ എനർജി. ഓക്കെ, ഇത് ടോട്ടൽ എനർജി ആയിരിക്കും. നമുക്കിവിടെ ടോട്ടൽ എനർജി എന്ന് എഴുതാം, TE എന്ന് എഴുതാം. TE = എന്തായിരിക്കും അതിൻ്റെ വാല്യൂ? ടോട്ടൽ എനർജിയുടെ വാല്യൂ mgh ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾ ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ഒരു കേസ് പറഞ്ഞായിരുന്നു, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ടോട്ടൽ എനർജി mgh തന്നെയായിരിക്കും. അത് ഏതൊരു ഇൻസ്റ്റൻ്റ് എടുത്താലും, ഹൈറ്റ് 0 തൊട്ട് മാക്സിമം വരെയുള്ള ഏതൊരു പോയിന്റ് എടുത്താലും, അത് നമുക്ക് ഈ ഒരു പോയിന്റ് എടുക്കുകയാണ് എന്ന് വിചാരിക്കുക. ഈ പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇത്രയും ഈ വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ വാല്യൂ ആയിരിക്കും ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി. ഇവിടുത്തെ കൈനറ്റിക് എനർജി എത്രയായിരിക്കും? പിന്നെ നമ്മൾ മുകളിലോട്ട് വരുന്നു. അപ്പോൾ ഈ വാല്യൂ ആണ് ഇതിൻ്റെ കൈനറ്റിക് എനർജി അല്ലേ. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു ഹൈറ്റ് ആയിരിക്കും. കൈനറ്റിക് എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു ഹൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെങ്തും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ടോട്ടൽ ലെങ്ത് കിട്ടും. അതായത് ഇവിടെ നിന്ന് അത് കൂട്ടുമ്പോൾ ഈ ഒരു ഹൈറ്റിൻ്റെ കൂടെ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഹൈറ്റ് ഇതിൻ്റെ മണ്ട എടുത്ത് വയ്ക്കുക. അപ്പോൾ ഇന്ന് വരെ എത്തും. ഓക്കെ, അപ്പോൾ ഏതൊരു പോയിന്റ് എടുത്താലും ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതിൻ്റെ വാല്യൂ mgh ആയിരിക്കും. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൂടെ കൂട്ടിയതാണ്. ഓക്കെ, അപ്പോൾ അതും കൂടെ മനസ്സിലാക്കി വെച്ചേക്കുക. ഈ ഗ്രാഫ് വരയ്ക്കാൻ പഠിച്ചു വെച്ചേക്കുക. ഈ ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കുന്നത് മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്നത് ഈ ഗ്രാഫ് തരും, എന്നിട്ട് ഇതിനകത്ത് ഈ ലൈൻസിൻ്റെ നമ്പർ കൊടുക്കും. ഇത് 1, ഇത് 2,
ഇത് 3 എന്നും പറഞ്ഞു തരും. എന്നിട്ട് ചോദിക്കും ഇതിൽ ഏത് ലൈനാണ് കൈനറ്റിക് എനർജി റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഏത് ലൈനാണ് പൊട്ടൻഷ്യൽ എനർജി റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും. അതേപോലെ ഏതാണ് ടോട്ടൽ എനർജി റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അതും അടയാളപ്പെടുത്താൻ പഠിച്ചു വെച്ചേക്കുക. അങ്ങനെ ചോദിക്കാനായിരിക്കും ചാൻസ് കൂടുതൽ. കാരണം നിങ്ങളുടെ അടുത്ത് ഈ എക്സാമിന് ചെറിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലുണ്ടായിരിക്കുക. അപ്പോൾ 1 മാർക്കിൻ്റെയോ 2 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനാണ് ചാൻസ് കൂടുതൽ. ഈ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ തന്നെ 1 മാർക്കാണ് ഉള്ളത്. ഓക്കെ, ചിലപ്പോൾ ഈ ഗ്രാഫിൽ ഈ നമ്പേഴ്സ് എന്നിട്ട് ഐഡൻറ്റിഫൈ ദ ലൈൻ റെപ്രസെൻറ്റിങ് കൈനറ്റിക് എനർജി എന്ന് ചോദിക്കുകയാണെങ്കിൽ അതും കൂടെ എഴുതാൻ പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ഒന്നുമല്ല, ക്വസ്റ്റ്യൻസ് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും കണ്ടുപിടിച്ചെടുത്തിട്ട് ചെയ്തു നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് സമയമുള്ളതനുസരിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടെത്തി നിങ്ങൾ സോൾവ് ചെയ്ത് പഠിക്കുക. എന്തായാലും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടത് തിയറി പഠിക്കുന്നതിലാണ്. ഫോക്കസ് ഏരിയ ഫുള്ള് പഠിച്ചു വയ്ക്കുക. ഫോക്കസ് ഏരിയ ഫുള്ള് പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു ലെവൽ, അങ്ങ് മാക്സിമം കിടന്ന് പഠിക്കാനും വേണ്ട, പറ്റുന്ന അത്ര ക്വസ്റ്റ്യൻസ് സമയമുള്ളതനുസരിച്ച് ബാക്കി സബ്ജക്റ്റും കൂടെ പഠിക്കാനുള്ളതാണല്ലോ, അത്രയും ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യുക. ഓക്കെ, അതും കഴിഞ്ഞിട്ട് എല്ലാ സബ്ജക്റ്റിൻ്റെ തിയറിയും പഠിച്ച് ക്വസ്റ്റ്യനും പഠിച്ചതിന് ശേഷം പ്രോബ്ലംസും പഠിച്ചതിന് ശേഷം പിന്നെ സമയമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ഏരിയയിൽ പുറത്തുള്ള മറ്റുള്ള ടോപ്പിക്കുകൾ പഠിക്കാനായിട്ട് ശ്രമിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങും എത്താൻ പറ്റാതെ ഇപ്പോൾ. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുക എന്നുള്ളത് മാത്രമാണ്, A+ കിട്ടുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് അറിവ് കിട്ടുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തുള്ളതും കൂടെ പഠിക്കേണ്ടി വരും. ഓക്കെ, എന്തായാലും നമുക്ക് ഇനിയുള്ള സമയം വെച്ച് നോക്കുകയാണെങ്കിൽ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ച് A+ വാങ്ങി വെക്കുക. കാരണം നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇരിക്കുന്ന മാർക്കാണ് നമ്മൾ എവിടെ ചെന്നാലും എടുത്ത് കാണിക്കുന്നത്. അഡ്മിഷൻ സമയത്തായാലും നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോഴായാലും ഒക്കെ കാണിക്കുന്നത്. ഓക്കെ, പക്ഷേ ഈ എക്സാമൊക്കെ കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് ഒരു വെക്കേഷൻ ടൈമൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തുള്ളതും കൂടെ എടുത്ത്, ഒരുപാട് ചാനലുകളുണ്ട്, യൂട്യൂബിലൊക്കെ ഒരുപാട് ചാനലുകളുണ്ട്. നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണോ അറിയേണ്ടത് അത് അതിൻ്റെ പേരടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഗ്രാഫിക്കലായിട്ടുള്ള വീഡിയോസൊക്കെ കാണിച്ചു തരുന്ന ഒരുപാട് ചാനൽസ് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ പഠിക്കുക. ഓക്കെ, ഈ തിയറിയൊക്കെ നിങ്ങൾ വെറുതെ കാണാപ്പാടം പഠിക്കാതെ അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ട് ഉപയോഗം ഉണ്ടാവൂ. അത് എവിടെ അപ്ലൈ ചെയ്യണം എന്ന് മനസ്സിലാവണമെങ്കിൽ അത് എന്താണ് സംഭവം, റിയൽ ലൈഫിൽ നമ്മൾ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഞാൻ മാക്സിമം അങ്ങനെ പറയാനാണ് ശ്രമിക്കുന്നത്. എന്തായാലും ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തു പോകുക. ഇതിൻ്റെ PDF ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.